ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വാഹനം ബ്രേക്ക് എടുത്തതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് നിലവിൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ തോതിലാണ് നമ്മൾ ബ്രേക്ക് എടുക്കുന്നത്, വലിയ പണികളൊന്നും കഴിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി പെയിൻറ്റിങ്ങിലേക്ക് വന്നതാണ്. പെയിൻറ്റിങ്ങിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരന് മുന്നേ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അതിൻ്റെ മുന്നേ പെയിൻറ്റർ ആയിരുന്നു. അപ്പോൾ ഓട്ടോ വലിയ കാര്യമില്ല എന്ന് തോന്നിയതിന് ശേഷം വീണ്ടും പെയിൻറ്റിങ്ങിലേക്ക് തന്നെ വന്ന്, അപ്പോൾ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചെറിയ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ലെവലിൽ വന്നതാണ്. അപ്പോൾ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക്കിൻ്റെ വർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാമനാട്ടുകരയാണ്, മുന്നേ ബ്രേക്ക് എടുത്ത സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള രാജീവേട്ടനാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുള്ള ഷോപ്പിലും പുള്ളിക്കാരുടെ അടുത്തുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വണ്ടീൻ്റെ പേപ്പറായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഡേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു കിട്ടും. കുറച്ച് പൈസ അവർക്ക് കൊടുത്താലും നമ്മളെ കുറേ ഉത്തരവാദിത്തങ്ങൾ കുറയും. ഈ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നമ്പർ എഴുതൽ, അതായത് റിഫ്ലക്സ് സ്റ്റിക്കർ ഒട്ടിക്കൽ, ഇവയൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് നമ്പർ എഴുതുന്ന ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടിയും എനിക്ക് സൗകര്യമായി. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് പിറ്റേന്ന് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞ് പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്ന് നോക്കിയപ്പോൾ ഞാൻ ഏകദേശം ഒരു 20-25 വണ്ടികൾക്ക് ശേഷമാണ്. എല്ലാവരും നിരത്തി ലൈനാണ് ഇട്ടത്. നിരത്തി ലൈന് പറഞ്ഞാൽ ഓട്ടോകളും എല്ലാ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യം വന്നാൽ ആദ്യം എന്നുള്ള ലെവലിലായിരിക്കണം ഇങ്ങനെ നിരത്തിയിട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്പർ എഴുതാത്തതോ സ്റ്റിക്കർ ഒട്ടിക്കാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകളൊക്കെ അതിനുള്ള ആളുകളുണ്ട് കേട്ടോ. അവരെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എഴുതിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം MVD വന്നു. ഓട്ടോകൾക്ക് ഒരു ലൈനാക്കാൻ പറഞ്ഞു, മറ്റു വാഹനങ്ങൾക്ക് മറ്റൊരു ലൈനും. MVD അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി, ലൈറ്റും കാര്യങ്ങളും നമ്മുടെ എല്ലാ വണ്ടിക്ക് എന്തൊക്കെ നോക്കാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ MVD വളരെ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പാസ്സായി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിനുള്ള കാരണം MVD ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കണം. അപ്പോൾ പിന്നീട് ചേസ് നമ്പർ, എൻജിൻ നമ്പറൊക്കെ അവർ ചോദിക്കും. നമ്മളോട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് തരാൻ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് ബ്രേക്ക് തന്നിട്ടുണ്ട്. ബ്രേക്ക് റെഡി ആണെന്ന് പറഞ്ഞു പോന്നു. അപ്പോൾ നമ്മുടെ പേപ്പറുകളൊക്കെ ഏജൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. പിന്നീട് അവർ വിളിക്കുമ്പോൾ നമ്മൾ പോവുക, പേപ്പർ വാങ്ങിക്കൊണ്ട് വരിക. ഇതിൻ്റെ ഇടയിൽ നമ്മളെ മൊബൈൽ നമ്പറായിട്ട് RC ആയിട്ട് കണക്ട് ചെയ്ത മൊബൈൽ നമ്പറായിട്ട് OTP വരൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ തന്നെ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിരത്തിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതൊരു ചെറിയ, അതായത് വലിയ പണികളൊന്നും ഇല്ലാത്ത ചെറിയൊരു മോഡൽ ബ്രേക്ക് ആയതിനാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക് എടുത്ത വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.